ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് സമരത്തിന് ബദലായി CITUവിന്റെ നേതൃത്വത്തിൽ സമരം. നാളെ തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിലാണ് സമരം. അതിനിടെ തിരുവനന്തപുരം ചിറയൻകീഴിൽ ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. സമരത്തിന് പോയാൽ ജോലി ഇല്ലാതാക്കുമെന്നാണ് CITU പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിന്റെ ഭീഷണി. ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട്. ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും, ഇതാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ജോലി കളയും, ജോലി ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് ഞങ്ങളാണെന്ന് പറയാം. പക്ഷേ തിരിച്ചാളുകൾ ചോദിക്കുകയാണ് 232 രൂപയ്ക്ക് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അത് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്ന് പറയുന്നു. ഇത് വ്യാപകമായി നടക്കുകയാണ് എന്ന് മാത്രവുമല്ല, നാളെ ഇപ്പോൾ CITU ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം വെച്ചിരിക്കുന്നതാണ് പറയുന്നത്, ഇന്നും നാളെയൊക്കെ ആയിട്ട്. പക്ഷേ അവർ ആശമാരോട് പറയുന്നു നിങ്ങൾ പോയി അവധിക്ക് അപേക്ഷ കൊടുത്ത് വരണമെന്ന്. അപ്പം നിലവിൽ അവധിക്ക് അപേക്ഷ കൊടുത്ത് സമരം ചെയ്യുന്ന ആളുകളുടെ ജോലി കളയുമെന്ന് പറയുകയും മറുവശത്ത് അവരുടെ പരിപാടിക്ക് പോകാൻ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറയുന്നു. വിചിത്രമായ വാദങ്ങളാണ്. സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. ആശാ വർക്കേഴ്സിനെ അണിനിരത്തി കോഴിക്കോടും കണ്ണൂരും CITU ബദൽ സമരം തുടങ്ങുകയും ചെയ്തു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സലിം, CITU എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം വിചാരിച്ചതിലധികം അത് വിജയകരമാകുന്നു ഇൻ ദ സെൻസ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ആരോരുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊന്നുമില്ലാതെ ആ സമരം വളരെ ശക്തമായി, വളരെ ഇച്ഛാശക്തിയോടുകൂടി അത് പുരോഗമിക്കുന്നു. തങ്ങളുടെ അവർക്കിടയിൽ നഷ്ടപ്പെടും എന്ന ആശങ്കയിലല്ലെങ്കിൽ CITU ഇപ്പോൾ സമരത്തിനിറങ്ങുന്നത് എന്തിനാണ് സലിം? ഹാഷ്മി, കഴിഞ്ഞ 18 ദിവസം ആ 18 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ തുടരുന്ന ഈ സമരത്തിന് അല്പം പോലും കോട്ടം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വിധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, CPIMന്റെ ഭാഗത്തു നിന്ന്, CITUവിന്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തെ തകർക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അത് പല സമയങ്ങളിൽ ആക്ഷേപങ്ങളായും അധിക്ഷേപമായും സർക്കാരിന്റെ ഉത്തരവായും ഒക്കെ ആ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും ഈ ആശാപ്രവർത്തകരെ ഇവിടെ നിന്നും പിന്മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. 18 ദിവസമായി ആ സമരം തുടരുമ്പോൾ ഏറ്റവും ഒടുവിൽ CITU ഒരുപക്ഷേ ആശാ വർക്കേഴ്സിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും CITU ഭയപ്പെട്ടിരുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം അതിന് തൊട്ടു പിന്നാലാണ് ഈ സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ CITU ആ സമരം മറ്റൊരു തലത്തിലേക്ക് നേരിടുന്നു എന്നുള്ളതാണ്. അതായത് CITU സംഘടനയിൽപ്പെട്ട ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളക്ടറേറ്റിലേക്ക് അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സമരം നടത്തുന്നു. ഒപ്പം AG's ഓഫീസിലേക്ക് നാളെ തിരുവനന്തപുരത്ത് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലമാണ് ആശാ വർക്കേഴ്സിന് ഈ നിലയിലുള്ള വേതനങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് എന്നുള്ളൊരു നരേറ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവരും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ വിമർശിച്ചുകൊണ്ട് രണ്ട് ആനുകൂല്യങ്ങളും തങ്ങൾക്ക് രണ്ട് സർക്കാരുകളും നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആ നിലയിൽ ആ സമരം തുടരുകയുമാണ്. അതിനിടയിലാണ് ചിറയൻകീഴ് വക്കത്ത് ആശാ വർക്കേഴ്സിന്റെ വീട് കയറി ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി കൂടി ഉയരുന്നത്. ആശാ വർക്കേഴ്സിനെ നിങ്ങൾക്ക് ജോലി വാങ്ങിത്തന്നത് ഞങ്ങളാണ്, സമരത്തിന് പോയാൽ ആ ജോലി കാണില്ല എന്ന നിലയിലുള്ള ഭീഷണികളൊക്കെ അവർ നേരിടേണ്ടി വരുന്നതായി പറയുകയും ചെയ്യുന്നു. ഏതായാലും സമരത്തിന് പിന്തുണ ഏറെയാണ്. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസ് ഇവിടേക്ക് മാർച്ചുമായി എത്തും. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കോൺഗ്രസ് ഈ ആശാ വർക്കർമാർക്കായി NHM പുറത്തിറക്കിയ ഒരു വിവാദ സർക്കുലർ അത് കത്തിച്ച് പ്രതിഷേധിക്കും. 3-ാം തീയതി ആശാ വർക്കർമാർ തന്നെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതേ ദിവസം തന്നെ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതേസമയം ആശാ വർക്കർമാർ നിയമസഭയിലേക്ക് കൂടി മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കഞ്ഞി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസമായി ഈ കഞ്ഞി കുടിച്ച് ഈ വെയിലത്ത് അതിനുശേഷം രാത്രിയിലൊക്കെ മഴയത്തും ഒക്കെ കൊടും വെയിലാണ്, കൊടും ചൂടാണ്. കൊടും ചൂടത്ത് 18 നാൾ ആ സമരം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കഞ്ഞി വെച്ച് പയറും അച്ചാറും ഒക്കെ അവിടെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ സമരം അങ്ങനെ ഈ ദിവസങ്ങൾ അത്രയും വലിയ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിനിടയിലാണ് ആശാ വർക്കേഴ്സിനെ അണിനിരത്തി CITU സമരം കോഴിക്കോട് തുടങ്ങിയത്. ആദായ നികുതി ഓഫീസിന് മുന്നിലാണ് സമരം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. മിഥില, ആ സമരം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് എന്താണ്? അത് കേന്ദ്രത്തിനെതിരായ സമരം എന്നിപ്പോൾ പറയാമെങ്കിലും തിരുവനന്തപുരത്തെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനൊരു ബദൽ സമരം എന്ന നിലയ്ക്കല്ലേ CITU സമരത്തെ കാണേണ്ടത്? മിഥില. കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ CITUവിന്റെ സമരത്തിലുണ്ട്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടന ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ CITUവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് മുതലക്കുളത്ത് നിന്നും മാർച്ച് ആരംഭിച്ചത്. ആദായ നികുതി ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ആശാ വർക്കർമാരുടെ മാർച്ച് അവസാനിച്ചു നിൽക്കുന്നത്. ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ
എന്ന സംഘടനയാണ് ഈ മാർച്ച് നടത്തിയത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ആശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇവർ ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നത് ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, ശൈലി ആപ്പിന് ഉപകരണം നൽകുക, ഒപ്പം തന്നെ ശൈലി സർവേക്ക് നിശ്ചയിച്ച ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാർക്കായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. അതിനെ ഉറപ്പായും അതിനെ ഈ സമയത്ത് CITU സമരമാണെങ്കിൽ അതിനെ സെക്രട്ടേറിയറ്റിലെ സമരത്തിന് ബദൽ സമരം എന്ന നിലയ്ക്ക് തന്നെ കാണണം. സജോ ദേവസ് കൂടി ചേർന്ന് കണ്ണൂരിൽ നിന്നാണ്. സജോ, ഒരുപക്ഷെ എളമനം കരീം സഖാവിന് ഈ CITU ആശാ വർക്കർമാരെ സംഘടിപ്പിച്ച സമരത്തെക്കുറിച്ച് കാര്യമായ ഒരുപക്ഷെ ധാരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അപഹസിക്കില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ മഹാസമരങ്ങൾ നടത്തിയ ശീലം പാരമ്പര്യം CITUവിനുണ്ട്. അത് കേരളത്തിൽ ആശാ വർക്കർമാർ സമരം നടത്തുമ്പോഴാണ് അത് എളമനം കരീം സഖാവിന് അധിക്ഷേപിക്കപ്പെടേണ്ട പാട്ടപ്പറക്കിയുള്ള സമരം അല്ലെങ്കിൽ പാട്ടപ്പിരിവാറ സമരം എന്നൊക്കെ അധിക്ഷേപിക്കേണ്ടി വരുന്നത്. പോട്ടെ, അത് വേറെ കാര്യം. എന്തായാലും CITUവിന് ആശാ വർക്കർമാരെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നത് പുതുമയല്ല. ഹാഷ്മി, കണ്ണൂർ RMS പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നത്. CITU കാര്യമായ സംഘടനാ ശേഷിയുണ്ട് ആശാ വർക്കർമാരുടെ ഇടയിൽ എന്നത് നിസ്തർക്കമായ കാര്യമാണ്. വലിയ തോതിൽ ആളുകളെ സംഘടിപ്പിച്ച് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാരിനെതിരായ സമരം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെയാണ് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കഴിയാവുന്നത് ചെയ്തു. കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തേണ്ടത്. അവരെ സ്ഥിരം ജീവനക്കാരാക്കുക, അവരുടെ ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കുക എന്നതാണ്. നമ്മളുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരായ ആശാവർക്കർമാരെ സ്ഥിരം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുപോലെ ആശാപ്രവർത്തകരെ ആരോഗ്യ പ്രവർത്തകരായിട്ട് അംഗീകരിക്കുക, നമുക്ക് മിനിമം വേതനം അനുവദിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സ്കീം വർക്കർമാരെ ആശാപ്രവർത്തകരെ ഇന്നും കേന്ദ്ര ഗവൺമെൻറ് ആ രീതിയിൽ കാണുന്നില്ല. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇതര കേന്ദ്രമാണ് ഇടപെടുന്നതാണ്. കേന്ദ്രത്തിൻ്റെ സ്കീമിലാണ് ഞങ്ങൾ വരുന്നത്. കഴിയാവുന്നത് സംസ്ഥാനത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരള സർക്കാർ ഇന്ന് ആശാവർക്കർമാർക്ക് 7000 രൂപ ഓണറേറിയം തരുന്ന ഒരു നിലവിലുള്ളത്. അപ്പോൾ അതാണ് അവരുടെ വാദം. അതായത് സംസ്ഥാന സർക്കാർ കഴിയാവുന്നത് ചെയ്യുന്നുണ്ട് എന്ന നിലയ്ക്കാണ്. ഒപ്പം സമരം സജീവമായ ഒരു രാഷ്ട്രീയ ചർച്ച കൂടി ആയതോടുകൂടിയാണ് CITU ആശാവർക്കർമാരെ അണിനിരത്തുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ ആ സമരം വലിയ ജനശ്രദ്ധ നേടി. അത് 18ാം നാൾ വളരെ ശക്തമായ ഇച്ഛാശക്തിയോടെ മുന്നോട്ടേക്ക് പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ എന്നറിയില്ല. ഇന്നിപ്പോൾ CITU സമരമായിട്ട് നമ്മൾ നേരത്തെ പറയുന്ന പോലെ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ, ഹരിയാന സർക്കാരിനെതിരെയൊക്കെ മഹാരാഷ്ട്രയിലെ ആവശ്യം ഈ പറയുന്ന അവർ മിനിമം വേതനം 18,000 വരെ ആക്കണമെന്ന് ആവശ്യപ്പെടുന്നത് CITU ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിനോടായിരുന്നു. അവർ ചർച്ച സംസ്ഥാന സർക്കാരുമായിട്ടായിരുന്നു. അതിന് പരിഹാരമുണ്ടാവുന്ന സംസ്ഥാന സർക്കാർ വേതനം കൂട്ടി 18,000 ഒന്നും എത്തിയിട്ടില്ല, പക്ഷേ വേതനം കൂട്ടിക്കൊടുത്തപ്പോഴാണ് ആ സമരം തീർന്നത്.